ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ബിലാസ്പൂരിലെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. ആദിൽ പാലോടും പി ആർ സുനിലും നമുക്ക് പോണ്ട്. ആദിൽ പാലോട്, ഹൈക്കോടതിയെയല്ല NIA കോടതിയെയാണ് സമീപിച്ചിരിക്കുന്നത്. നിയമോപദേശം അങ്ങനെയായിരുന്നു. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കാരണം സെഷൻസ് കോടതിയുടെ നിർദ്ദേശം കൃത്യമായിരുന്നു. സെഷൻസ് കോടതി പറഞ്ഞത് മനുഷ്യക്കടത്ത് കേസുള്ളതിനാൽ അത് കൈകാര്യം ചെയ്യേണ്ടത് NIA വകുപ്പനുസരിച്ചാണ്. അതുകൊണ്ട് NIA കോടതിയിലേക്കാണ് പോകേണ്ടത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ദുർഗ് സെഷൻസ് കോടതി തള്ളിക്കളഞ്ഞത്. അതുകൊണ്ട് തന്നെ NIA കോടതിയിൽ പോകാനുള്ള തീരുമാനം ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നു. മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായി ഹൈക്കോടതിയിലേക്ക് പോയാൽ കൂടുതൽ സമയം ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി, വാദങ്ങൾ കേൾക്കുന്നതിനായി എടുത്തേക്കാം എന്ന സാധ്യത കൂടി പരിഗണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസിനോട് റിപ്പോർട്ട് തേടുക, മറ്റനുബന്ധമായ വാദങ്ങൾ കേൾക്കുക, ഇതിനൊക്കെ കുറേ കാലതാമസം എടുക്കാനുള്ള സാധ്യത കൂടി പരിഗണിച്ചിട്ടുണ്ട്. NIA കോടതിയാണെങ്കിൽ ഇന്നും നാളെയും വെള്ളിയും ശനിയും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ആ രൂപത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ട് ഈ ജാമ്യം ലഭ്യമാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ NIA കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോയിരിക്കുന്നു. NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഹൈക്കോടതിയിലാണോ, സെഷൻസ് കോടതിയിലേക്ക് തിരിച്ചാണോ, അതോ NIA കോടതിയിലേക്കാണോ പോകേണ്ടത് എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. നേരത്തെ അമിത്ഷാ നൽകിയ ഉറപ്പനുസരിച്ച് സെഷൻസ് കോടതിയിലേക്ക് തന്നെ പോയി കൃത്യമായി എവിടെ നിന്ന് ജാമ്യം നേടിയെടുക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം അമിത്ഷാ UDF MPമാരെ കണ്ടപ്പോൾ നടത്തിയ ആശയവിനിമയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം NIA കോടതിയിലേക്ക് തന്നെ ഇപ്പോൾ പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അഥവാ NIA കോടതി സെഷൻസ് കോടതിക്ക് തന്നെ ഈ കേസ് പരിഗണിക്കാൻ സാധിക്കും എന്നറിയിച്ചുകൊണ്ട് കേസ് മാറ്റുകയാണെങ്കിൽ വീണ്ടും ദുർഗിലെ സെഷൻസ് കോടതിയിലേക്ക് കേസ് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതിൽ കൃത്യമായൊരു നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. കോടതി സമയം തുടങ്ങിയതിന് പിന്നാലെയാണ് ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് റായ്പൂർ അതിരൂപതയുടെ നേതൃത്വത്തിലാണ് ഈ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. CBCIയുടെ അഭിഭാഷക സംഘം റായ്പൂരിലും ദുർഗിലുമായി ക്യാമ്പ് ചെയ്ത് ഈ നിയമ ഉപദേശം നൽകുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിലൊരു തീരുമാനം വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ അതിരൂപതയും സഭകളും NIA കോടതിയിൽ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റിലായി പിന്നീട് ജയിലിലേക്കിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ദുർഗ് സെൻട്രൽ ജയിലിൽ 7 ദിവസമായി, ഒരാഴ്ചയായി കിടക്കുന്ന കന്യാസ്ത്രീകളുടെ മോചനം ഉടൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൃത്യമായ വിവരം ലഭിക്കും. സുജയ. ഓക്കെ, അതിൽ പി ആർ സുനിലേക്ക് കൂടി. പി ആർ സുനിൽ, ബിലാസ്പൂരിലെ NIA കോടതിയെയാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുന്നത്. സെഷൻസ് കോടതിയുടെ നിർദ്ദേശം ശിരസ വഹിക്കുന്നു എന്നതാണ് അവരുടെ നിയമ ഉപദേശം നൽകുന്ന ആളുകളടക്കം വ്യക്തമാക്കുന്നത്. എന്നാൽ NIA കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്ന ആ ഒരു കാലതാമസം ഉണ്ടാകില്ലേ? എന്താണ് നമുക്ക് ദില്ലിയിൽ ലഭിക്കുന്ന വിവരങ്ങൾ? സുജിയ, സെഷൻസ് കോടതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കേസ് പരിഗണിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല എന്നതാണ്. പ്രധാനമായും ഈ കേസിൽ 2008 NIA നിയമം അനുസരിച്ച് മനുഷ്യക്കടത്ത്, BNSലെ സെക്ഷൻ 143 പ്രകാരം മനുഷ്യക്കടത്ത് എന്ന ഒരു വകുപ്പ് വരുന്നതുകൊണ്ട് ഈ കേസ് പരിഗണിക്കാനാകില്ല എന്നതായിരുന്നു സെഷൻസ് കോടതിയുടെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് NIA കോടതിയാണ് ഈ കേസ് പരിഗണിക്കേണ്ടത് എന്ന ഒരു ഉപദേശം സെഷൻസ് കോടതി ഉത്തരവിൽ രേഖപ്പെടുത്തിയത്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി NIA കോടതിയിൽ ഈ കേസ് നൽകിയിരിക്കുന്നത്, ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു നിയമതടസ്സം നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് NIA കോടതികൾ പരിഗണിക്കേണ്ട കേസുകൾ സംബന്ധിച്ചാണ്. NIA അന്വേഷിക്കുന്ന കേസുകൾ അല്ലെങ്കിൽ പ്രത്യേകം നിശ്ചയിച്ച കേസുകൾ, ഇതൊക്കെയാണ് NIA കോടതികൾ പരിഗണിക്കാറ്. സാധാരണ ഒരു സെഷൻസ് കോടതി ഒരു കേസ് NIA കോടതിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അങ്ങനെ സെഷൻസ് കോടതിക്ക് ഒരു കേസ് NIA കോടതിക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കഴിയുകയില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ NIA കോടതി ഈ കേസ് പരിഗണിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ഇന്ന് NIA കോടതി ഈ കേസ് പരിഗണിക്കണമെങ്കിൽ തന്നെ ഇക്കാര്യത്തിലൊരു അനുമതി NIA കോടതിക്ക് വാങ്ങേണ്ട ഒരു സാഹചര്യം കൂടി വരും. അത് പെട്ടെന്ന് കഴിയുമോ, അതിന് കാലതാമസം എടുക്കുമോ എന്ന കാര്യമുണ്ട്. പ്രധാനമായും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസിൽ പ്രധാനമായും ജാമ്യാപേക്ഷ നൽകേണ്ടത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയിലായിരുന്നു. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയാൽ തന്നെ ഇതിന്റെ ഒരു അടിയന്തര പ്രാധാന്യം അഡ്വക്കേറ്റ് ജനറലൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വേണമെങ്കിൽ കഴിയും. ഏതായാലും അത്തരം സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ NIA കോടതിയിൽ കേസ് നൽകിയ സാഹചര്യത്തിൽ ഇനി NIA കോടതിയുടെ തീരുമാനം എന്താകും എന്നറിയാൻ കാത്തിരിക്കാം. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് NIA അന്വേഷിക്കാത്ത ഒരു കേസ്, അതല്ലെങ്കിൽ NIA കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാത്ത ഒരു കേസ് എങ്ങനെ NIA കോടതിക്ക് പരിഗണിക്കാൻ കഴിയും എന്നതാണ്. NIA എന്നത് ദേശീയ അന്വേഷണ ഏജൻസി എന്നത് 2008 നിലവിൽ വന്നതാണെന്ന്. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് NIA നിയമം രാജ്യത്ത് വരുന്നത്. ആ
ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് NIA കോടതികൾ സ്ഥാപിച്ചത്. രാജ്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന നടപടികൾ, അത്തരത്തിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഭീകരവാദ കേസുകൾ, മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തന്നെയാണ് NIA കോടതിക്ക് മുൻപാകെ വരാറുള്ളത്. പക്ഷേ അത് NIA അന്വേഷിക്കുന്ന, NIA മുൻകൈയെടുത്ത് നടത്തുന്ന കേസുകളാണ് സാധാരണ ഇത്തരം കോടതികൾ പരിഗണിക്കാറുള്ളത്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് PR സുനിലാണ്. ഒപ്പം ആദിൽ പാലോടും. ബിലാസ്പൂരിലെ NIA കോടതിയിലാണ് കന്യാസ്ത്രീകൾ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. തുടർ നീക്കങ്ങൾ എന്താകുമെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. ഛത്തീസ്ഗഡിൽ നിന്നുള്ള തത്സമയ അപ്ഡേറ്റുകളിലേക്ക് തിരികെ വരാം.